മാന്തള്, മുട്ട വറുത്തത്, തോരൻ, എന്നിട്ടുണ്ടോ പറയാ പടവലങ്ങ, പിന്നെ നമ്മളെ ചമ്മന്തി ഉരുട്ടിയിട്ടെ ചമ്മന്തി, ഞണ്ട്. തേങ്ങ അരച്ചാണോ ഞണ്ട്? അല്ലല്ല, ഇതെങ്ങനെ വെച്ചത്? അത് സ്പെഷ്യലാണ്. അയ്യോ, മീൻകറി, പച്ചമാങ്ങിട്ട് വെച്ച മീൻകറി. മാന്തളുണ്ട, മാന്തള്. 3 ടൈപ്പ് മീനുണ്ട്. ഞണ്ടുണ്ട്, മാന്തള് വറുത്തതുണ്ട്, വെച്ചതുണ്ട്, പിന്നെ ഇതെന്താണ് ഏട്ടായി? ഐക്കൂറ, കിങ് ഫിഷ്. പപ്പടം എടുത്തില്ലടാ ഞാൻ. പപ്പടം തന്നെ നടവും ഞാൻ. പപ്പടം വയ്ക്കി ഞാൻ തന്നെയല്ലേ വയ്ക്കാ. അച്ചാർ വെക്കണം എന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അച്ചാർ ഉണ്ടായിരുന്നില്ല. ഒരെണ്ണം മതി. 1 2 3 4 5 6 പപ്പടം 7 8 2 തരം മീൻ വറുത്തതുണ്ട്. ഏട്ടായി ഇതൊക്കെ ആരുണ്ടാക്കി? ഇതാ ഇത് ഷെഫ് ഉണ്ടാക്കിയാണോ ഷെഫിന്റെ വൈഫ് ഉണ്ടാക്കിയാണോ? ഷെഫിന്റെ വൈഫ്. അല്ല, ഭർത്താവ് ഷെഫ് ആയതുകൊണ്ട് എല്ലാരും വിചാരിക്കും ഷെഫ് ഉണ്ടാക്കിയാണെന്ന്. ഇത് ഞാൻ തീറ്റ മാത്രമേ ഉള്ളൂ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്നിട്ടെന്നറിയാം. ഏറ്റവും ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞണ്ട് കറി മിക്സാക്കി കഴിക്കുമ്പോണ്ടല്ല സൂപ്പറാണ്. തോരൻ ഞണ്ടറി പുതിയ റെസിപ്പി. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ആയത് ഞണ്ട് കറി. ഇതും കൂടി മിക്സ് ചെയ്യൂലേ, രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് ചമ്മന്തിയും മീൻകറിയും കുറച്ച് മുട്ടയും മീൻ വറുത്തും കൊണ്ടും വായന്ന് വെള്ളം വരുന്നു മിക്സ് ചെയ്ത് അതും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. പപ്പടം പിന്നെ മുട്ടയും കുറച്ച് മീൻ ചാറും കൂടി കഴിക്കുമ്പോൾ സൂപ്പറാ. ഇതിപ്പോ നമ്മൾ ആർക്കും കണ്ടിരുന്ന ഇപ്പൊ ഇത് ചേട്ടന് വേണ്ടിട്ട്. ചേട്ടൻ ഇപ്പൊ വരും. ചേട്ടനെ പറഞ്ഞിങ്ങോട്ട് വായല് വെള്ളം വരുത്തി വെച്ചേക്കാണ് നമ്മള്. കൊതിപ്പിച്ച് വെച്ചിരിക്കണ്. വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് പൊതിയട്ടെ. സത്യം പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞ് അല്ലേ, നമ്മൾ കഴിച്ചു കഴിഞ്ഞ് എന്നാലും കൊതിയുണ്ട്, ചെറിയ കൊതിയുണ്ട്. അല്ലെങ്കിൽ പൊതിയാൻ പറ്റില്ല. വാടെല്ലാം സൂപ്പറായിട്ട് വാട്ടി വെച്ചിരിക്കുന്നവരുണ്ടല്ല, എന്തായാലും അത് പൊട്ടാൻ ചാൻസ് ഇല്ല. അടിപൊളിയായിട്ട് വാട്ടി വെച്ചിരിക്കുന്നു. അടിപൊളിയായിട്ട് വെച്ച് ഇരിക്കട്ടെ. ആ ചാക്കുള്ളി എടുത്ത കെട്ടണോടാ. സിസർ എടുത്ത് കൊടുക്ക. ഇതൊരു പറട്ടെ ഒരു ഈ പൊതിച്ചോറിന് ഒരു 20-25 റംസ് മേടിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു. അപ്പൊ ഞാൻ പൊതിച്ചോറ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും കാരണം വെച്ചാലേ ഞണ്ടുണ്ട്, പിന്നെ കിങ് ഫിഷ് ഉണ്ട്, മാന്തലുണ്ട്, മതി കിങ് ഫിഷ് ഉണ്ട്, പിന്നെ ചമ്മന്തി. ഇതെല്ലാം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത് നമ്മള്. അതും കൂടി ഓർക്കണ്ടേ, എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മുട്ട വറുത്തത്, മീൻകറി, മാങ്ങ, ഈ തോരൻ എല്ലാം കൂടി നമ്മള് അതിനുള്ളതായി. ഒരു 25 ഉറുപ്പിക മേടിക്കാം നമുക്ക്. 300 തരം സാ 100 നാട്ടില് 500 ഉറുപ്പിക മേടിക്കാന്. ഓ ഇല്ല ഇല്ലേ, ഇത് ഭയങ്കര വിലയാണ്. ആ പോലിക്ക് നാട്ടില് 20-23 ആവോലിയല്ല അത്. അല്ലാണ് കിങ് ഫിഷ്. ഇതിപ്പോ നമ്മൾ ഇവിടെ അത് ഫിഷ് ഒക്കെ എക്സ്ട്രാ അടിക്കല്ലേ ചെയ്യാ ചോറില്. എനിക്കറിയില്ല, മീൻ വറുത്തതൊക്കെ നമ്മ എക്സ്ട്രാ മേടിക്കല്ലേ. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ചോറ് നമ്മ മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ വറുത്തത് ചോറില് ചിക്കൻ ഒരു വറുത്തത് ചോറിലൊക്കെ എല്ലാം ഉണ്ടാവും. മീൻ വറുത്തത് ഉണ്ടാവും, പിന്നെ മുളക് ഉണ്ടാവും, ചെറിയ ഉണക്കമുളകില്ലേ
അത് 500 നാട്ടില് 100 100 കിട്ടില്ല. എന്താണ് ഈ പറയണത്? 100 കിട്ടൂല ഒരു പീസല്ലേ. ഇവിടെ പൊതിച്ചോറ് ഈ പറഞ്ഞ പോലെ 10 കിട്ടും. പക്ഷെ എല്ലാം ഉണ്ടാവില്ല. ഇതന്നെ ഒരു മുട്ട, ഒരു മീൻകറി, ഒരു ചിക്കന്റെ പീസ്, എന്തെങ്കിലും ഒരു വെജ് ഉണ്ടാവും. ഒരു വെജ്. ഇതിന് ഒരു 12 റുപ്യ. ഞാൻ പൊതിച്ചോറ് കൊടുന്ന് കഴിച്ചിട്ടില്ല, ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട്. ചട്ടിച്ചോറ് എല്ലാം ഉണ്ടാവും. ചിക്കൻ, മീൻ വറുത്തത്, ഫിഷ് കറി. അത് പക്ഷെ ഇങ്ങനെ ചോദിക്കൂല അവര്, വെജാണോ വേണ്ടത് അതോ നോൺ വെജ് ആണോ വേണ്ടതെന്ന് ചോദിക്കാറില്ലേ? ചട്ടിച്ചോറിന് നോൺ വെജ് മാത്രമേ ഉള്ളൂ. അല്ലല്ല, വെജിറ്റേറിയൻ ഉണ്ടാ? എനിക്ക് ഓർമ്മയില്ല. ചട്ടിച്ചോറൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോഴാണ് ഉൾവിളി ഉണ്ടായത്, ഭാര്യ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഇന്ന് പുറത്ത് പോയപ്പോഴ് അവിടുന്ന് മീൽസ് കഴിച്ച്. അപ്പൊ എന്നോട് ചട്ടിച്ചോറ് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ചട്ടിച്ചോറ് വേണ്ട. കുഞ്ഞിന്റെ അഭിപ്രായം കേക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ചോറ്? ഇഷ്ടമായത് ഇതിന് കറിയില് കുഞ്ഞിന് ഞണ്ടും പടവലങ്ങ വെറൈറ്റി ആയിട്ടുണ്ട്. അതും ന്യൂ റെസിപ്പി ഉണ്ടാ. അതെനിക്ക് 10 വയസ്സെന്നാണ് യൂട്യൂബിലെ റെസിപ്പി. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഞാനും അതെ, ഞാനും പടവലങ്ങ ആദ്യമായിട്ടാണ് ചെയ്തത്. ഞാൻ വെണ്ടയ്ക്ക ചെയ്യാറുണ്ട്, പിന്നെ എന്തിട്ട് നമ്മളിവിടെ ചെയ്യാറില്ല കുഞ്ഞ, പൊട്ടാറ്റോ ചെയ്യാറുണ്ട്. ഇതാദ്യമായിട്ട് ഇതാണ്. പക്ഷെ ഇത് വെണ്ടയ്ക്കും പൊട്ടാറ്റോ ഒക്കെ നമ്മൾ സാധാരണ മീൻ വറക്കണ പോലെ തന്നെ. ഇത് കുറച്ച് നമ്മള് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും കഴിക്കുമ്പോഴല്ല, പുറമെ കഴിക്കുമ്പോള് പക്വടയുടെ ടേസ്റ്റും വരുന്നുണ്ട്. അല്ല പിന്നെ ഇതിന് പക്വടയുടെ ടേസ്റ്റ് വരില്ലേ? പക്വടയുടെ ടേസ്റ്റും വരുന്നുണ്ട്. എന്നാല് പടവലങ്ങ പടവലങ്ങ പെട്ടെന്ന് മനസ്സിലാവൂല. അത് തനിയേണ്ടത് എങ്ങനെയൊക്കെ മനസ്സിലാവൂല. പപ്പടം അപ്പ ഉണ്ടാക്കിയതല്ല. പിന്നെ ചമ്മന്തി, ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണ്? ഏറ്റവും കൂടുതൽ ഈ വാഴയില ഒരു മണവും ടേസ്റ്റ് ഇഷ്ടമായ? അതാണ് അതിന്റെ പ്രത്യേകത. എന്തേ വാഴയില കേക്കാൻ പറ്റില്ല. എടാ ഇത് കട്ടേ വെളിച്ചെണ്ണ എത്താറായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അവിടെ എടുത്തയക്കാം. വെളിച്ചം വരുമ്പോൾ ചൂടാക്കിട്ട് കൊടുക്കാം. പറഞ്ഞു പിന്നെന്ത് സർപ്രൈസ് പറഞ്ഞത്? എന്ത് സർപ്രൈസ് ആവും? പറഞ്ഞിട്ടുണ്ട്. ഇയാള് കിടന്ന് ഉറങ്ങിക്ക. നാളെ നാളെ 5:45 എഴുന്നേക്കണോട്ടാ. 5:45. ഏതോ തുണിയൊന്നും പൊക്കല്ലേ, വീഡിയോ എടുക്കുന്നത്. സീസർ എടുത്തിട്ടാ, സീസർ കട്ട് ചെയ്യട്ടെ കറക്റ്റ്.